നസ്രയനായ യേശുവും കേരളത്തിലെ ക്രിസ്തീയ മത ഫ്രോഡുകളും. ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം, നമസ്കാരം. കേരളം മതപ്രഘോഷണത്തിൻ്റെ പ്രഹരങ്ങൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ്. ഇവിടുത്തെ മണ്ണ് പോലും പ്രഘോഷണങ്ങളുടെ മഴ കൊണ്ട് നനഞ്ഞ് കുഴഞ്ഞ് കിടക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിൻ്റെ പേരിൽ അസത്യവും വഞ്ചനയും പൂർവാധികമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുമാണ്. അധർമ്മം പണ്ടൊരു കാലത്തും ഇല്ലാതിരുന്ന പോലെ ഇന്ന് വലിയ തോതിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല, അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുക മാത്രമാണ് നമ്മുടെ കടമയെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല സ്വഭാവവും ക്രിസ്ത്യാനിക്കുണ്ട് എന്നത് ഞാൻ പറയാതെ ഏവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ കടന്നു വരാറുണ്ട്. അവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. യേശു അത്ഭുത രോഗശാന്തി നടത്തി എന്നത് 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് ഈ നമ്മുടെ കാലത്തെ അത്ഭുത രോഗശാന്തി വിദഗ്ധർ അവർ നടത്തുന്ന പ്രക്രിയകളുടെ ന്യായീകരണത്തിന് വേണ്ടി ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ അവരാരും പറയാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ യേശു വലിയ ആത്മീയത കാണുകയോ അതിനേതെങ്കിലും പ്രാധാന്യം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിയ വീര്യം കൊണ്ട്, ആത്മീകമായ പ്രഭ കൊണ്ട് ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുള്ളത്, നോക്കൂ, ഇതാരെയും അറിയിക്കരുത്, ഇത് നിൻ്റെ വിശ്വാസം കൊണ്ട് നീ തന്നെ പ്രാപിച്ച അനുഗ്രഹമാണ്, ഇതിലെൻ്റെ മിടുക്കൊന്നും പറയാനില്ല, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ളവർ പറയാത്തത്, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ അനുഗ്രഹം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിനും വിടുതലിനും വഴിയൊരുക്കിയെങ്കിൽ തൻ്റെ അത്ഭുത സിദ്ധികൾ തൻ്റെ തന്നെ ആശ്വാസത്തിനോ വിടുതലിനോ ഒരു അവസരത്തിൽ പോലും യേശു ഉപയോഗിച്ചിട്ടില്ല എന്നത് നാം പരക്കെ മറന്നു കളയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധ ബുദ്ധിയോടെ തൻ്റെ ജീവിതത്തിൽ താൻ അത്ഭുതങ്ങളെ ആശ്രയിക്കുകയില്ല, തൻ്റെ ആശ്വാസത്തിനും സംരക്ഷണത്തിനും വേണ്ടി അത്ഭുതങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയില്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങളെ ആശ്രയിക്കുകയില്ല എന്ന് യേശു ഇത്രമാത്രം കട്ടായം പിടിച്ചത്? അതിലർത്ഥങ്ങളുണ്ട്. അതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവലംബിക്കരുതാത്ത മാർഗമാണ് എന്ന സൂചന അവിടെ ഇല്ലയോ? നാം ക്രിസ്ത്യാനികളാരാണ്? യേശുവിനെ അനുകരിക്കുന്നവരാണ്. യേശു ആരായിരുന്നു? എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിരുന്നിരിക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട ഘട്ടത്തിൽ പോലും അത്ഭുതങ്ങളെ അഭയം പ്രാപിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ നൈമിഷികമായി പോലും ആശ്വാസം പ്രാപിപ്പാനോ ശ്രദ്ധിക്കാത്ത, ഒരു വിധത്തിലും കൂട്ടാക്കാത്ത വ്യക്തിത്വമായിരുന്നു. ആ യേശുവിനെ അനുകരിപ്പാനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ നമ്മളോ? എവിടെയെങ്കിലും ആരെങ്കിലും അത്ഭുത രോഗശാന്തി നടത്തുന്നുണ്ടോ അവരെ അന്വേഷിച്ച് ഭ്രാന്തന്മാരെ പോലെ ഓടി നടക്കുകയാണ് നാം. ഈ ഒരു വിരോധാഭാസത്തെ നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് യേശു അത്ഭുതങ്ങളെ സ്വന്തം ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യാതിരുന്നത് എന്ന് നമുക്ക് അല്പമായി ഒന്ന് പരിഗണിക്കും. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു സാഹചര്യമാണ് മരുഭൂമിയിൽ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത്.
40 പകലും 40 രാവും ഉപവസിച്ച് വിശപ്പിൻ്റെ ഉള്ളിലെ ആക്രോശം കൊണ്ട് നന്നേ പരവശനായിരുന്ന യേശുവിനോട് സാത്താൻ മന്ത്രിക്കുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക, അങ്ങനെ നിൻ്റെ വിശപ്പടക്കാമല്ലോ. വളരെ ന്യായമായ ഒരു സജഷനല്ലയോ, ഒരു നിർദ്ദേശമല്ലയോ? എന്തുകൊണ്ടാണ് യേശു അത് സ്വീകരിക്കാതിരുന്നത്, ആ വഴിയിൽ സഞ്ചരിക്കാതിരുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ടും ജീവിക്കണം എന്ന് ആ സമയത്ത് വളരെ വ്യക്തമായി നല്ല ധൈര്യത്തോടെ നിശ്ചയദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുവാനിടയായത്. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, സാത്താൻ്റെ പ്രേരണയാൽ യേശു മരുഭൂമിയിൽ തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരുപക്ഷെ അപ്പത്തിൻ്റെ ആകൃതിയിലുള്ള കല്ലുകൾ, നന്നേ വിശപ്പുള്ളവൻ നോക്കുന്നിടത്തെല്ലാം അപ്പമായിരിക്കും, അല്ലെങ്കിൽ അപ്പത്തെ പോലെയുള്ള പദാർത്ഥങ്ങളായിരിക്കും. മനുഷ്യൻ അപ്രകാരമുള്ള വിഭ്രാന്തിക്ക് ഇരയാകാറുണ്ട്. അത് കണ്ട് അതിനെ അപ്പമാക്കുവാൻ യേശുവിന് കഴിവുണ്ടായിട്ടാണ് ആ ഒരു പരീക്ഷ അവൻ്റെ മുൻപിൽ അവതരിപ്പിച്ചത് നമുക്കറിയാം. അങ്ങനെ സാത്താൻ്റെ പ്രേരണയാൽ യേശു ആ ഒരു പ്രേരണയ്ക്ക് വഴിപ്പെട്ടിരുന്നുവെങ്കിൽ ലോകത്തിൽ പിന്നെ കൃഷി എന്നൊരു പരിപാടി ഉണ്ടാകുകയില്ല. പിന്നെ എല്ലാവരും പറയും, കല്ലിനെ അപ്പമാക്കി തരൂ, അതാണ് നമുക്ക് വേണ്ടത്. എന്തിനാണ് കൃഷി ചെയ്ത് ഇത്രമാത്രം വിയർപ്പ് ഒലിപ്പിക്കുന്നത്? എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ഇഷ്ടം പോലെ കല്ലുകളുള്ള ലോകത്തിലല്ലേ നാം വസിക്കുന്നത്. ഞാൻ വളർന്നത് തന്നെ കല്ലുമലയിലാണ്. അപ്പോൾ അവിടെ ഈ പ്രയോഗം നടത്തിയാൽ നിങ്ങൾക്കറിയാം, അത് കേരളത്തിൻ്റെ പേർഷ്യയായിട്ട് മാറും. പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഷെയ്ഖുമാർ ഇങ്ങോട്ട് വരും നല്ല ആഹാരം കഴിക്കാൻ. അപ്പോൾ ദൈവം തന്നെ സൃഷ്ടിച്ച പ്രകൃതിയുടെ അഖണ്ഡതയെ തുച്ഛീകരിക്കുന്ന ഒരു സമീപനം ആ പരീക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് യേശു വ്യക്തമായി മനസ്സിലാക്കുകയും ആ വഴിയെ സഞ്ചരിച്ചിട്ട് മനുഷ്യന് നന്മ വരുത്തുവാൻ ആർക്കും സാധ്യമല്ല എന്ന വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അവിടെ ഉണ്ട് എന്ന ഒരു പക്ഷേ ആരും പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കാനിടയില്ല. അപ്പോൾ അതുകൊണ്ട് അത്ഭുതങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിച്ച മനുഷ്യരാശിയുടെ അവസ്ഥയിൽ എക്കാലത്തും സ്ഥിതി ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് മതിയായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധ്യമല്ല. അത്ഭുതങ്ങളുടെ വഴി മനുഷ്യരുടെ പ്രശ്ന പരിഹാര മാർഗമല്ല. ആ വഴിയെ സഞ്ചരിക്കുന്നവൻ അവൻ്റെ മനുഷ്യത്വത്തെ കൊച്ചാക്കുന്നവനാണ്, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്തവനാണ്. മനുഷ്യത്വത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ സാധ്യതകളെയും അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെയും നിബന്ധനകളെയും മാനിക്കാത്തവനാണ്. അവനെക്കൊണ്ട് മനുഷ്യരാശിക്ക് ഒരു പ്രയോജനവും ഒരു വിധത്തിലും ഉണ്ടാകുവാൻ സാധ്യമല്ല എന്ന വ്യക്തമായ സൂചന അവിടെയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാം രണ്ടാമത്തെ പരീക്ഷയായ സാത്താൻ യേശുവിനെ യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട്, നീ ഇവിടെ നിന്ന് ചാടുക, നീ അങ്ങനെ ചാടിയാൽ നിൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കത്തക്കവണ്ണം ദൈവം മാലാഖമാരോട് കൽപ്പിക്കും. അപ്പോൾ ജനങ്ങളിങ്ങനെ നോക്കി നിൽക്കുക, നീ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു, അതോടുകൂടെ ഒറ്റ നിമിഷം കൊണ്ട് നീ ജനത്തിൻ്റെ കണ്ണിലുണ്ണിയായി. നിൻ്റെ ഖ്യാതി യെരൂശലേമിൽ മാത്രമല്ല ലോകത്തെമ്പാടും പരക്കുകയും പിന്നെ ഒരു ഉത്സവമായിട്ട് അത് പരിലസിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് യേശു വശംവദനായിരുന്നുവെങ്കിൽ മനുഷ്യരാശിക്ക് ആത്മീയമായി വളരുവാൻ ഒരു വിധത്തിലും സാധിക്കുമായിരുന്നില്ല. മനുഷ്യൻ്റെ ആത്മീയ ബോധത്തെ ഒരു സർക്കസാക്കി മാറ്റുവാൻ മാത്രമേ അത് സഹായിക്കുമായിരുന്നുള്ളൂ. അതായത് യേശു യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കയറുന്നു, ചാടുന്നു, ഒരു കേടും പറ്റാതെ പൂച്ച വീഴുന്നത് പോലെ 4 കാലിൽ നിൽക്കുന്നു. അപ്പോൾ ആളുകൾ കൈയടിക്കുന്നു. അവർ പറയുന്നു, ഇത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കണം, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ട് സന്തോഷിക്കട്ടെ, ഞങ്ങളുടെ വിശ്വാസത്തിന് കുറച്ചുകൂടെ ആഴം
ശക്തി പ്രാപിക്കുന്നതിന്. അപ്പോൾ യേശു മുകളിൽ കയറുന്നു, ചാടുന്നു, ആളുകൾ കൈയടിക്കുന്നു. ഇത് കേട്ട് ദൂരെ നിന്ന് ആളുകൾ വരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കിത് കാണണം, കണ്ടേ മതിയാകത്തുള്ളൂ, യേശുവെ ദയവായിട്ട് ഒന്നുകൂടെ ചാടണം. അപ്പോൾ യേശു മുകളിൽ കയറുന്നു, ചാടുന്നു. അപ്പോൾ ശമരിയിൽ നിന്ന് ആളുകൾ വരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്കും കാണണം. അപ്പോൾ യേശു മുകളിൽ കയറുന്നു, ചാടുന്നു. പിന്നെ അങ്ങ് റോമൻ സാമ്രാജ്യത്തിലുള്ള ഒരു ആയിരക്കണക്കിന് പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ തുരുതുരാന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ജോലി എന്താണ്? ദേവാലയത്തിന് മുകളിൽ കയറുന്നു, ചാടുന്നു, കയറുന്നു, ചാടുന്നു. അതിൻ്റെ പേരാണ് കുരങ്ങ് എന്നുള്ളത്. യേശുവിനെ ഒരു മത കുരങ്ങാക്കി മാറ്റാനുള്ള പരിപാടിയാണ്. നമ്മളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് യാതൊരു സംശയവും വേണ്ട. ചില ആളുകളുടെ കൈത്തുമ്പിൽ കിടന്ന് അവരനക്കുന്നതനുസരിച്ച് ചാടുന്നൊരു കുരങ്ങാണ് യേശു എന്ന ഒരേ ഒരു ധാരണയിലാണ് ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷവും പ്രവർത്തിക്കുന്നതും നടിക്കുന്നതും എന്നത് ഈ സമയത്ത് ഞാൻ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ പരീക്ഷ നോക്കുമ്പോൾ യേശുവിനെ ഒരു വലിയ മലയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ലോകത്തെയും അതിൻ്റെ രാഷ്ട്രങ്ങളുടെ പതാകങ്ങളൊക്കെ കാണിച്ച് വീണ് ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയത്തിൽ കുറുക്കുവഴി മാത്രം മതി, അവിടെ സത്യസന്ധതയോ ആത്മാർത്ഥതയുള്ള അധ്വാനമോ ചുമതലബോധമോ അച്ചടക്കമോ ദൈവത്തോട് കണക്ക് പറയണം എന്ന ഒരു ചിന്തയോ ആവശ്യമില്ല. ആ ഒരു കാഴ്ചപ്പാടിലാണെന്ന് ലോകത്തെമ്പാടും രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഇതിലൊക്കെയും പ്രമാദമായ പ്രശ്നങ്ങൾ മറഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന മാർഗത്തെ മനഃപൂർവ്വമായി തൻ്റെ അവസ്ഥയോടുള്ള ബന്ധത്തിൽ യാതൊരു പുത്തുരുത്തത്തിനും വഴിയൊരുക്കാതെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ കാര്യം, ഈ അത്ഭുതങ്ങളുടെ മാർഗം മനുഷ്യൻ്റെ വളർച്ചയുടെയും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെയും വഴിയിൽ ഇടർച്ച വരുത്തുവാൻ മാത്രം പര്യാപ്തമായ ഒരു സാധ്യതയാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുമോ ഇല്ലയോ, നടക്കുമെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അത്ഭുതങ്ങളുടെ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അത്ഭുതത്തെ ആശ്രയിക്കുന്നവൻ അവൻ്റെ മനുഷ്യത്വത്തെ കൊച്ചാക്കുന്നവനാണ്, അവൻ യേശുവിൻ്റെ മാതൃകയെ പുച്ഛിക്കുന്നവനാണ്, യേശുവിൻ്റെ ആദർശങ്ങളെ സ്വീകരിക്കാത്തവനാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അത്ഭുത രോഗശാന്തി നടത്തുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ വരണം, ഞങ്ങളുടെ ഇങ്ങനെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബ്രദർ ദിനകരൻ അദ്ദേഹം ആദ്യമായിട്ട് ഡൽഹിയിൽ ഒരു ക്രൂസൈഡ് നടത്താനായിട്ട് വരികയാണ്. അപ്പോൾ മാസങ്ങൾക്ക് തൊട്ടേ വലിയ അഡ്വർടൈസ്മെൻ്റാണ്, തക്കതായ സന്നാഹങ്ങൾ കൂട്ടുന്നു, ആളുകൾ ഓടുന്നു, ചാടുന്നു, അവിടെ പറയുന്നു, ഇവിടെ അറിയിക്കുന്നു. എന്നോട് തന്നെ ഇത് പറയാനായിട്ട് 5-6 കൂട്ടർ വന്നു. അതിന് ശേഷം ഒരു ഡെലിഗേഷൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇതിൻ്റെ സംഘാടകരാണ്. അപ്പോൾ ഞാൻ അന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പുരോഹിതനാണ്, എനിക്ക് ഡൽഹി സൊസൈറ്റിയിൽ അല്പമൊക്കെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ പറഞ്ഞു, അച്ഛൻ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് ആദ്യത്തെ പ്രാർത്ഥന നടത്തണം. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ എൻ്റെ പുങ്കത്തരം കൊണ്ട് ഞാൻ വാനോളം അങ്ങ് പൊങ്ങും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ നോട്ടീസൊക്കെ അടിച്ചോ? അയ്യോ, ഇഷ്ടം പോലുള്ള. അപ്പോൾ അത് ചോദിച്ചു, നോട്ടീസ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുത്തൻ്റെ നോട്ടീസ് എനിക്ക് എടുത്തു തന്നു. ഞാനൊന്ന് വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഇദ്ദേഹം വരുന്നുണ്ട്, ആൺകുട്ടികളെ പ്രസവിക്കാതെ ബുദ്ധിമുട്ട് തീർക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരവസരമാണ്. ബ്രദർ ദിനകരൻ്റെ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്താൽ സ്ത്രീകൾ ആൺകുട്ടികളെ പ്രസവിച്ചിരിക്കും എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. കാരണം നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ ആൺകുട്ടികൾ പിറക്കുന്നതിനകത്ത് പ്രത്യേകമായ ഒരു വലിയ ദൈവീകതയുണ്ട്. ഞാൻ കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്തത്
റെവറൻഡ് വില്യം ഷോ രാജ്പാൽ എന്ന് പറഞ്ഞ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ 9ാമത്തെ പ്രിൻസിപ്പലായിരുന്നു. ഞാൻ 12ാമത്തെ പ്രിൻസിപ്പലാണ്. അപ്പം എന്നെ കോളേജിൽ അപ്പോയിൻറ്റ് ചെയ്തത് വില്യം ഷോ രാജ്പാൽ എന്ന് പറയുന്ന ഒരു രാജ്പുത് ക്രിസ്ത്യൻ, കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ്, 6 feet 2 inches tall, very majestic, very impressive personality. ഒരിക്കൽ ശങ്കർ ദയാൽ ശർമ്മ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ M.M. ജേക്കബ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹം ശങ്കർ ദയാൽ ശർമ്മയുടെ ഒരു അടുത്ത മിത്രമായിരുന്നു. അപ്പോൾ ജേക്കബിന് എൻ്റെ ചില പുസ്തകങ്ങളോട് താല്പര്യമുണ്ടായിട്ട് അദ്ദേഹം പോയി എൻ്റെ പുസ്തകങ്ങളുടെ കോപ്പി ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ശങ്കർ ദയാൽ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ കൊള്ളാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, വരാമോ? ഞാൻ ചെന്നു. അപ്പോൾ പ്രസിഡൻറ്റ് ശങ്കർ ദയാൽ ശർമ്മ തനിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ അങ്ങോട്ട് ആനയിച്ചു. ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിനോട് പറഞ്ഞത്, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വില്യം ഷോ രാജ്പാൽ എന്ന് പറയുന്ന അതിപ്രശസ്തനായൊരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുകയാണ് ആദ്യത്തെ സംഭവം. അപ്പം അങ്ങനൊരു വ്യക്തിയെപ്പറ്റിയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നതിൻ്റെ കണക്ഷൻ ഏതായാലും വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇദ്ദേഹം ഞാൻ ഏതായാലും ആ ഭാഗത്തുനിന്ന് പിന്മാറുകയാണ്. എൻ്റെ the connection of my thought is now getting a little disrupted because I'm also feeling tired. നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അത്ഭുതത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച പ്രാപിപ്പാനോ ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ വേണ്ടതുപോലെ പ്രയോഗിച്ച് വളർത്തിയെടുക്കുവാനോ സാധ്യമല്ല. ഉദാഹരണമായിട്ട് താലന്തുകളുടെ ഉപയോഗങ്ങളൊന്ന് പരിശോധിച്ചാൽ, യജമാനൻ ഒരു വേലക്കാരന് 5 താലന്ത് കൊടുക്കുന്നു, മറ്റവന് 2 താലന്ത് കൊടുക്കുന്നു, മൂന്നാമത്തവന് 1 താലന്ത് കൊടുക്കുന്നു. ഈ 5ഉം 2ഉം താലന്ത് ലഭിച്ച നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെന്ന് യജമാനൻ പിന്നെ അവരെ ശ്ലാഘിക്കുന്ന ആ 2 പേരും അവരെ പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ച ഈ 5ഉം 2ഉം താലന്തുകൾ അത്ഭുതം എന്ന് പറയുന്ന ആ ഒരു തത്വം അനുസരിച്ച് ഇത് വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുകയില്ല, ഞങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യും. അതായത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വീര്യം കൊണ്ട് എനിക്ക് ലഭിച്ച 5 താലന്ത് 50 താലന്തായി വർദ്ധിക്കട്ടെ എന്നും പറഞ്ഞ് കണ്ണുമടച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ, മറ്റവൻ 2 താലന്ത് കിട്ടിയവന് ഈ 2 താലന്ത് 20ആയി വർദ്ധിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ, 2 മറുഭാഷയും പൊട്ടിച്ച് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ 10 വർഷം ഇരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരും ദുഷ്ടനായ ആ വേലക്കാരൻ, അതായത് കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ട ആ ദുഷ്ടനായവൻ, അവരും തമ്മിലുള്ള യാതൊരു വ്യത്യാസം ഉണ്ടാകുകയില്ല. ഇതാണ് കേരളത്തിലെ ക്രിസ്തീയ സഭകൾക്കും വിശ്വാസികൾക്കും പറ്റിയ വലിയ അക്കിടി എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ദയവായി അത്ഭുതത്തെ പറ്റിയുള്ള നമ്മുടെ ഭ്രമം അപകടമാണ് എന്ന് മനസ്സിലാക്കുക. അത്ഭുതത്തിൽ കൂടെ നടക്കുക എന്നതല്ല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന വഴി, അതല്ല ജീവൻ്റെ വഴി, അത് കുറുക്കു വഴിയാണ്. മനുഷ്യനെ ഈ ലോകത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? തോട്ടത്തിൽ അധ്വാനിക്കുവാനും അതിനെ കാക്കുന്നതിനുമാണ് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചത്. അപ്പം നാം ഈ അത്ഭുതത്തെ അവലംബിക്കുന്നത് അധ്വാനത്തെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നാം യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടാകുകയില്ല. എന്ന് മാത്രവുമല്ല, അധ്വാനത്തെ ഉപേക്ഷിച്ചത് അത്ഭുതങ്ങളെ ആശ്രയിച്ച് എവിടെയെങ്കിലും എത്തിപ്പറ്റാമെന്ന് വിചാരിക്കുന്നവൻ വെറും മൊണ്ണയാണ്. അവന് ഒരിടത്തും ചെന്ന് പറ്റാൻ സാധ്യമല്ല. ജീവിതം അവനെ ഒരു വിഡ്ഢിയായി എഴുതി തള്ളും എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവായി
അത്ഭുതം പ്രവർത്തിക്കുന്നവരുടെ പുറകെ പോയി വഞ്ചിക്കപ്പെടാതിരിക്കത്തക്കവണ്ണം നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വ്യക്തിത്വം, ഇവയൊക്കെയും നിങ്ങൾക്ക് അനുദിനം ലഭിക്കുന്ന കൃപകൾക്കനുസരിച്ച് നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള താലന്തുകളുടെ സാധ്യതകളനുസരിച്ച് പരമാവധി വിപുലീകരിച്ച് വളർത്തിയെടുത്ത് അതിൻ്റെ സാധ്യതകൾ പൂർണ്ണ തോതിൽ അനുഭവവിദ്യമാക്കുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി വളർത്തിയെടുക്കുകയും ചെയ്താൽ ഈ ഭ്രാന്തിൻ്റെ പുറകെ ഓടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാകുകയില്ല എന്ന എൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ ഞാൻ ഇന്നുവരെയും കാത്തുസൂക്ഷിച്ച വിശ്വാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിശ്വാസികളുടെ പുറകെ പോകാഞ്ഞത് എന്ന് ഞാൻ വില്യം ഷോ രാജ്പാലിൻ്റെ ആ പരാമർശം നടത്തി ഇപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത്, അതോടെ പറഞ്ഞ് ഞാൻ നിർത്തും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു അനുഭവം പറയും. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ മകൾ ജനിച്ചു. മധു എന്നാണ് അവിടെ പേര്. മധു ഇപ്പോൾ അമേരിക്കയിലുണ്ട്. വില്യം ഷോ രാജ്പാലിൻ്റെ അപ്പൻ രാജസ്ഥാനിൽ ബിയാവർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. രാജ്പാൽ അന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അധ്യാപകനാണ്. തൻ്റെ ആദ്യത്തെ മകൾ ജനിച്ചപ്പോൾ അന്ന് ഫോണൊന്നുമില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തൻ്റെ പിതാവിന് ഒരു ടെലഗ്രാം അടിച്ചു. അപ്പോൾ ടെലഗ്രാം കൊണ്ട് പോസ്റ്റ്മാൻ ഈ ഹൈസ്കൂൾ പ്രിൻസിപ്പലായ രാജ്പാലിൻ്റെ അപ്പനായ രാംസ്റ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സന്ദർശിക്കാൻ പോവുകയാണ്. അദ്ദേഹം പോയി ഈ ഹൈസ്കൂൾ പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ ഈ ടെലഗ്രാം വെച്ചിട്ട് പുറകോട്ട് നടന്ന് ഒരൊറ്റ ഓട്ടം ഓടി. എന്തിനാണെന്ന് ചോദിച്ചാൽ രാജ്പാലിന് ജനിച്ചത് പെൺകുട്ടിയാണ്, അത് ആർക്കും സ്വീകാര്യമല്ല. അപ്പോൾ ഈ ടെലഗ്രാം പൊട്ടിച്ച് നോക്കിയിട്ട് ഒരു പെൺകുട്ടി പിറന്നു എന്നത് കാണുമ്പോൾ ഈ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ, ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലത്തൊരു ഹൈസ്കൂൾ പ്രിൻസിപ്പലിന് അന്നത്തെ കാലത്ത് നല്ല ഗമയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പേടിച്ച് വിറച്ചാണ് ഈ പോസ്റ്റ്മാൻ ജീവനും കൂടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് മനസ്സിൽ ഞാൻ ഈ ബ്രദർ ദിനകരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാജ്പാലിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൺകുട്ടികളെ പ്രസവിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെല്ലാവരും വന്ന് ബ്രദർ ദിനകരൻ്റെ പ്രസംഗം കേട്ടാൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കുമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കഴിഞ്ഞോ? ചെയ്തു. ഞാൻ പറഞ്ഞു, മേലാൽ ഈ പരിപാടിയും കൊണ്ട് എൻ്റെ വീട്ടിൽ വരരുത്. ഞാൻ അവരെ അല്പം പോലും ദാക്ഷിണ്യമില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം ഇതൊരു കാലത്തും എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇത് സംഭവിച്ചാണ് 10-30 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാൻ പറഞ്ഞത് മതപരമായ മേഖലയിൽ വെറും ഫ്രോഡുകളാണ് കടന്ന് നുരഞ്ഞ ഈ ഞാഞ്ഞൂല് പോലെ കടന്ന് നുരയുന്നത് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാകിയാൽ അതിന് നേരെ കണ്ണടയ്ക്കാൻ സാധ്യമല്ല. യേശുവിൻ്റെ മാതൃക നാം പരിഗണിക്കുമെങ്കിൽ ഒരിക്കലും ആ വഴിയെ പോകരുത്. നിങ്ങൾ അത്ഭുതങ്ങളെ ആശ്രയിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവില്ല. കഴിവുണ്ട്. കഴിവുള്ളത് കൊണ്ട് ദൈവത്തിന് നമുക്ക് നല്ല നല്ല സാധ്യതകൾ നൽകുവാനുള്ള കഴിവുമുണ്ടല്ലോ. അങ്ങനെ നൽകി കഴിഞ്ഞതാണല്ലോ. പിന്നെ അത് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ നൽകപ്പെട്ടത് ഉപയോഗിക്കാതെ ദൈവം നമുക്ക് വേണ്ടി കുരങ്ങ് കളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ അപമാനിക്കുവാൻ മടിയില്ലാത്തവരും വിശ്വാസം എന്നാൽ എന്താണെന്നതിനെപ്പറ്റി അടിസ്ഥാന ബോധമില്ലാത്തവരും മാത്രമാണ്. അവർ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം ആത്മീയ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്, തിരിച്ചറിവില്ലാത്തതുകൊണ്ട്, സാമാന്യ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വലിയ വലിയ ആത്മീയ വീരന്മാരായിട്ട് കണ്ടെന്നിരിക്കും. പക്ഷേ അത് ഭോഷത്വമാണ്. ഒരു വിധത്തിലും വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുടെയും മാതൃകയുടെയും വെളിച്ചത്തിൽ അങ്ങനെയുള്ളവരെ ന്യായീകരിക്കുവാനോ സ്വീകരിക്കുവാനോ അവരെ സഹിക്കുവാനോ പാടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഈ ഫ്രോഡുകളുടെ കയ്യിൽപ്പെട്ട് വഞ്ചിക്കപ്പെടാതിരിക്കത്തക്കവണ്ണമുള്ള എല്ലാ മുൻ
താക്കീതുകളും യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കാതെ കാലാകാലങ്ങളിൽ കടന്നു വരുന്ന കള്ളപ്രവാചകന്മാരുടെ പുറകെ പോയി വഞ്ചിക്കപ്പെട്ട്, എന്നാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ ഇത് മേടിച്ച് വീട്ടിൽ പോയി കുണ്ഠിതപ്പെട്ടിരിക്കുന്നവരാണ് വളരെയധികം ആളുകൾ. അവിടെ അവസ്ഥയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. പക്ഷേ ഇതൊക്കെയും നാം മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നതാണ്. അങ്ങോട്ട് കയറി ചോദിച്ചു വാങ്ങിക്കുന്ന അടികളാണിവ. അത് സംഭവിക്കാതിരിക്കട്ടെ. കുറച്ചുകൂടെ സാമാന്യ ബുദ്ധി പ്രയോഗിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. ഈ ലോകത്തിൽ പ്രയാസവും രോഗവും ദുഃഖവുമില്ലാത്ത ആരുമില്ല. എല്ലാവരുടെയും രോഗവും ദുഃഖവും ദൈവത്തിന് ഒന്നുപോലാണ്. ദൈവത്തിന് പക്ഷാഭേദമില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലും 11-ാം വാക്യത്തിലും വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പത്രോസിന് നൽകിയ ആ ദർശനത്തിൻ്റെ സാരാംശമാകുന്നുവല്ലോ. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ടെക്നോളജി പഠിച്ച ചില ആളുകൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കാൻ ദൈവം ബാധ്യസ്ഥനാണ്, ബാക്കിയുള്ളവരൊക്കെ പോയി പട്ടുപോകട്ടെ ചത്തുപോകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വെറും സങ്കുചിത മനോഭാവം മാത്രമുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ പോലും നീതിബോധമില്ലാത്തൊരു കാടൻ പ്രതിഭാസമാണ് ദൈവം എന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. വാസ്തവത്തിൽ ദയവായി പരിഗണിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.